അപ്പോൾ ഒരു കവിയുടെ ഭാവനാത്മകമായിട്ടുള്ള ഒരു വിമർശനം എന്നതിനും അപ്പുറത്തേക്ക് യാഥാർത്ഥ്യവുമായിട്ട് അതിന് ബന്ധമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് റാഗ് റാൻസിയറിനെ സച്ചിദാനന്ദൻ മാഷ് ഉദ്ധരിക്കുമ്പോൾ റാഗ് റാൻസിയറെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങാം. റാഗ് റാൻസിയർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. എപ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്? അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുകയും കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത് എന്ന് പറഞ്ഞ ഈ ഫ്രഞ്ച് തത്വചിന്തകൻ്റെ പേരും ഇതേ റാഗ് റാൻസിയറാണ്. നോക്കൂ, ഈ കൊല്ലം അല്ലെങ്കിൽ കഴിഞ്ഞ പിണറായി സർക്കാർ, രണ്ടാം LDF സർക്കാർ വന്നതിനു ശേഷം കേരളത്തിൽ അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ലേ? ഉണ്ടായി. അതാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആ വലിയ പദ്ധതി സർക്കാരിൻ്റെ ഒരു വലിയ എഫേർട്ടായിരുന്നു, വലിയ ഏകോപനമായിരുന്നു. റവന്യൂ വകുപ്പ്, ജലഗതാഗത വകുപ്പ്, സിവിൽ സപ്ലൈസ് വകുപ്പ്, പഞ്ചായത്ത് തദ്ദേശ സ്ഥാപന വകുപ്പ്, KSEB, അങ്ങനെ ആരോഗ്യവകുപ്പ്, അങ്ങനെ കേരളത്തിലെ എല്ലാ വകുപ്പുകളും കേരളത്തിലെ അതിദരിദ്രരായ മനുഷ്യരെ 16,000-ലധികം ആളുകളെ നേരിട്ട് കണ്ട് അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കുക. ദാരിദ്ര്യമുക്തമല്ല, അത് മറ്റൊരു ആശയമാണ്. അതിദാരിദ്രരായ അങ്ങേയറ്റം നിരാലംബരായ മനുഷ്യരെ ഉയർത്തുകയും അവരെ കണ്ടെത്തുകയും ചെയ്യാൻ നടത്തിയ ശ്രമമല്ലേ റാഗ് റാൻസിയറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു തുടർഭരണം വേണ്ടാത്തത്? അതിദാരിദ്ര്യമുക്തമാക്കിയ കേരളത്തിന് ഈ സർക്കാരിനെ അർഹിക്കുന്നില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം.